ഞാൻ ഡോർ അടച്ചു പോയി, ഇനി ഗ്ലാസ് അടയ്ക്കാൻ പറ്റില്ല. സോ ദ മഹീന്ദ്ര താർ ഇസ് ഹിയർ. 12.99, 13.99 അതാണ് പെട്രോൾ ഡീസലിൻ്റെ ബേസ് മോഡലിൻ്റെ വില. അപ്പോൾ ഒരു ക്വിക്ക് ബാക്ക്ഗ്രൗണ്ട് ചെയ്യാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷെഫീഖാണ് ക്യാമറയിൽ കാണിച്ചാൽ തിരിച്ച് സോ ഇതാണ് മഹീന്ദ്ര താർ റോക്സ്, താർ റോക്സ്റ്റർ, താർ റോക്സ് 2 വീൽ ഡ്രൈവ്, താർ റോക്സ് 4 വീൽ ഡ്രൈവ്, താർ റോക്സ് പെട്രോൾ, താർ റോക്സ് ഡീസൽ ആൻഡ് വാട്ട് നോട്ട്. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഡോറുള്ള മഹീന്ദ്ര താർ. ഈ ഒരു ഗ്രില്ലിലും ഹെഡ്ലൈറ്റിലും വന്ന മാറ്റം തീർത്തും ഒരു പുതുമയായിട്ട് കാണാവുന്ന കാര്യമാണ്. ഇതിൻ്റെ തിരിച്ചിട്ട് പോലത്തെ ഹെഡ്ലൈറ്റും ആ ഒരു 6 സ്ലാറ്റ്സ് ന്യൂ ഗ്രില്ലും അല്ല 1, 2, 3, 4, 5, 6 സ്ലോട്ട് ഗ്രില്ലും, അതിനകത്ത് ഹണി കോമ്പും ഒരു ഫ്രണ്ട് പാർക്കിംഗ് സെൻസറും കാണാം. വലിയ ബമ്പറാണ്, സെയിം ലൈക്ക് താർ ആൻഡ് ദ ഫോഗ് ലാംപ്സ് ഹിയർ. 19 ഇഞ്ച് വീലൊരു വലിയ കാര്യമാണ്. പിന്നിലെ സൈഡ് പ്രൊഫൈലും ആൻഡ്രോ അങ്ങനെ തന്നെ ഉണ്ട്. പുതിയ അലോയിൽ ഡിസൈനാണ്. ഈ ഒരു സൈഡ് സ്റ്റെപ്പ് കാണുന്നുണ്ട്. ഇനി ഈ ഒരു ഡോർ ഹാൻഡിൽ ബ്ലാക്കും പിന്നിലെ ഡോർ ഹാൻഡിൽ ബോഡി കളറാണ്. ഇനി ഈ ഒരു സീറ്റിൻ്റെ കളർ തീം കണ്ടോ, കംപ്ലീറ്റ് ബീജാണേ. ഈ ഒരു സീറ്റും ആ ഒരു സ്റ്റിയറിംഗ് വീലും ഈ ഒരു വലിയ സ്ക്രീനും ആ ഒരു AC ആ ഒരു കൺട്രോൾസും എല്ലാം XUVക്ക് സമാനമായിട്ട് തോന്നുന്നുണ്ടല്ലേ. പിന്നെ വലിയ പനോരമിക് ആയിട്ടുള്ള സൺറൂഫ് കാണാം അല്ലേ, തീർത്തും വലുതാണ്. ഇവിടെ ആ ഒരു റിക്ലൈനിങ് ആംഗിളൊക്കെ കണ്ടോ. നമുക്ക് അഭിപ്രായം പറയാൻ പാടില്ല, ഡോർ ഹാൻഡിൻ്റെ പൊസിഷൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞോളൂ. പിന്നിൽ ഡിസ്ക് ബ്രേക്കാണ്, 19 ഇഞ്ച് വീലാണ്, MRFൻ്റെ ആ ഒരു വാൻഡർ തന്നെയാണ്, 80 ആണ് ഓൾട്ടറേ. ഹിഞ്ചസ് പുറത്ത് കാണാം. ഈ ഹിഞ്ചസിൽ ചവിട്ടി കയറുന്ന സ്റ്റെപ്പൊക്കെ താഴെ കണ്ടിട്ട് സെയിം ഹിയർ. ഇൻഡിക്കേറ്റർ ആ ഒരു ഫെൻഡറിലാണ്, ഫെൻഡറിൻ്റെ ആ ഒരു ക്ലാഡിങ്ങിലാണ്. ഇവിടെ ഒരു ഇത്തിരി ആ ഒരു ഡിസൈൻ എലമെൻറ്റൊക്കെ കണ്ടോ, ആ ഒരു ബാക്കിലെ പടുത പോലെ നിൽക്കുന്ന ഭാഗവും ആ ഒരു ക്വാർട്ടർ ഗ്ലാസും എല്ലാം കാണാം. ഇനി ഈ ഒരു വണ്ടിക്ക് മിററുകൾ ബോഡി കളറല്ല എന്നുള്ളതാണ്. ആൻഡ് താറ് കയറിപ്പോകുന്ന പടം കാണാം ഗ്ലാസ്സിൽ. പിന്നെ ഇവിടെ ആ ഒരു ഒട്ടകമുണ്ട്, പിന്നിലെ സ്പെയർ വീലുണ്ടല്ലേ. ഇനി ഇവിടെ ആ ഒരു ലൈറ്റിൻ്റെ ഡിസൈൻ കുറച്ച് വ്യത്യസ്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കാണ്. ബൂട്ട് എന്ന് പറയുന്നത് വശങ്ങളിലേക്ക് തുറക്കുന്ന വലിയ ബൂട്ടാണ്, മാറ്റങ്ങളില്ല. വൈപ്പർ വന്നു, റിയർ വൈപ്പർ ഡിഫോഗർ. ഈ ഗ്ലാസ് നമുക്ക് എല്ലാ താറും റിപ്ലേസ് ചെയ്യേണ്ടി വരും. മോട്ടറിൻ്റെ ഫിറ്റ്മെൻറ്റ് കൊള്ളാം. ഡു ഇറ്റ് ടു സെൽഫ് ബേബി ഡിഫോഗർ ഉണ്ട്. ഇനി വലിയ ബൂട്ടേരയാണ്, ബൂട്ടേരയ്ക്കകത്ത് അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇവിടെ ആ ഒരു ടെതറുകൾ കാണാം. പിന്നെ ഇവിടെ ആ ഒരു ചെറിയ ഫ്യുവൽ എമർജൻസി ഓപ്പണിംഗ് ആ ഒരു ലിവർ ഉണ്ട്, ആ ഒരു ആക്ച്വേറ്ററോട് കൂടെ കാണാം. ഇനി ഇവിടെ സബ് വൂഫർ ഉണ്ട്, സബ് വൂഫർ ഒരു കാര്യമായിട്ട് കാണാം. ഇവിടെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു 12 വോൾട്ട് സോക്കറ്റ് ഉണ്ട്. ഞാൻ ഡോർ അടച്ചു പോയി, ഇനി ഗ്ലാസ് അടയ്ക്കാൻ പറ്റില്ല. ഡോർ തുറന്നാലേ ഗ്ലാസ് അടയ്ക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. താർ റോക്സിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ 360 ക്യാമറ അല്ലെങ്കിൽ ഡോർ ഹാൻഡിൽ ഡോറിൻ്റെ ആ ഒരു കീകളൊക്കെ കണ്ടാലും സ്റ്റാർട്ട് സ്റ്റോപ്പ് ഇവിടെ ഒരു ഓട്ട ഒഴിവാക്കിയിട്ടില്ല. ഇവിടെ ട്രാക്ഷൻ കൺട്രോൾ, ആ ഒരു ആംബിയൻ ലൈറ്റ്, ഹിൽ ഹോൾഡ് അസിസ്റ്റ്, ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് എല്ലാം കാണാം. ഇനി ഇതിന് ആ ഒരു വണ്ടിക്ക് ഇത് ഓട്ടോമാറ്റിക് ആണല്ലോ, ഓട്ടോമാറ്റിക് ഷിഫ്റ്റാണ്. ഇത് 4x4 അല്ല, 2 വീൽ ഡ്രൈവ് ആണ്. ഇവിടെ AC സ്വിച്ചുകൾ കാണാം, വലിയ സ്ക്രീനാണ്. ഞാൻ ഓൺ ചെയ്യുന്നുണ്ട്. ഓൺ ചെയ്ത് കഴിയുമ്പോൾ അകത്തുനിന്ന് കയറിയിക്കട്ടെ. ഈ വണ്ടിക്ക് അകത്ത് കയറിയുമ്പോൾ മീറ്റർ ക്ലസ്റ്ററിൻ്റെ ആ ഒരു പുതിയ ഡിസൈൻ കാണാം, കളറാണ്. ഇനി ഇവിടെ നമുക്ക് ആ ഒരു നാവിഗേഷനും അല്ലെങ്കിൽ ആ ഒരു അഡ്വഞ്ചർ ആപ്ലിക്കേഷൻ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറയാട്ടോ. ഇനി AC വെൻറ്റുകളാണ്, ഈ ഒരു എന്താ പറയുക AC കൺട്രോൾസ് കാണാം, സ്വിച്ചുകൾ ടോഗിളാണ്, അതൊക്കെ താറിൻ്റെ സ്വഭാവം തന്നെയാണ്. ഇനി ഇവിടെ ആ ഒരു C പോർട്ടും ആ ഒരു USB പോർട്ടും കാണാം. ഓക്കെ, ഇവിടെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിന് ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ XUV 700 കണ്ട കാര്യങ്ങളാണ്. അഡ്വഞ്ചർ സ്റ്റാർട്ട്സ് കാണാനാണ് ഇതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. പിന്നെ ക്ലോക്ക് അല്ലെങ്കിൽ വിഡ്ജറ്റ്, ആൻഡ്രോയിഡ്, ആപ്പിൾ കാർപ്ലേ എല്ലാം കാണുന്നുണ്ട്. അതൊക്കെ ഫീച്ചേഴ്സായിട്ട് കാണാം. പിന്നെ മഹീന്ദ്ര തനതായിട്ടുള്ള ആ ഒരു പ്ലേറ്റ്, ഫേസ് പ്ലേറ്റ് ഇവിടെ കാണാം. ഇനി ഇവിടെ നമുക്ക് ആ ഒരു ഗ്ലോ ബോക്സ് അല്ലേ. ഈ ഒരു ഡോർ ഹാൻഡിൽ കണ്ടില്ലേ, ഇവിടെ ഡോർ ഹാൻഡിൻ്റെ മുകളിൽ കൊടുത്ത ഹാർമൺ കാർഡിൻ്റെ സ്പീക്കറിൻ്റെ സിസ്റ്റം കാണാം. ഈ ഒരു ക്രോം ഹാൻഡിൽ കാണാം. ഇവിടെ ആ ഒരു ലെതർ റാപ്പിംഗ് ഉണ്ട്. ഇവിടെ ഒരു ഹാൻഡിലുണ്ട്. ഇവിടെ ഒരു സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. സ്പ്രിംഗ് ലോഡറാണ്. ഇവിടെ സൺറൂഫ് കൺട്രോൾസ്, ഇത് ലൈറ്റ്, ഇത് ആ ഒരു സ്വിച്ചുകൾ, ഇത് ആ ഒരു ഫ്രെയിംലെസ് മിറർ. ഇവിടെ അഡാസിൻ്റെ ആ ഒരു ക്യാമറയും കൂടാതെ ആ ഒരു എന്താ പറയുക റെയിൻ സെൻസർ വൈപ്പറിൻ്റെ സംഗതി കാണുന്നുണ്ട്. പിന്നെ വൈപ്പേഴ്സ് കാണാനല്ല മുമ്പിൽ നിന്ന് ഗുണമാണ്. അവിടെ ആ ഒരു ക്യാമലും അല്ലെങ്കിൽ ആ ഒരു താറും കാണാം. സീറ്റ് അപ്പോൾസിൻ്റെ കളർ വൈറ്റ് ആണ് കേട്ടോ. ആ ഒരു വൈറ്റിൻ്റെ പ്രശ്നം കണ്ടോ, ടിൻറ്റിഡിങ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇതൊരു ക്വിക്ക് ബാക്ക്ഗ്രൗണ്ടാണ്. രാവിലെ വണ്ടി കണ്ടപ്പോൾ ആ ഒരു ആവേശം ചെയ്ത്. എന്തായാലും വീഡിയോ വരുന്നുണ്ട്, ഡ്രൈവ് വീഡിയോ വരുന്നുണ്ട്. അതുവരേക്കും മടക്കം. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും വരാം. നമസ്കാരം.